ഹായ് ഫ്രണ്ട്സ് ബിജുസ് കിച്ചൺ ആൻഡ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അഴീക്കോടുള്ള മാർത്തോമ സ്കൂളിന് സമീപമുള്ള ഇസഹാഖ്സേട്ടിന്റെ വീട്ടിലാണ്. ഇവിടുത്തെ പ്രധാന വിശേഷം എന്താന്ന് വെച്ചാൽ പൂച്ചകളാണ്. പൂച്ചകൾ ഇപ്പൊ ആദ്യം 34-35 പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എന്തോ രോഗം വന്നിട്ട് ചത്തു. ഇപ്പൊ വീണ്ടും 17 പൂച്ചകളായിട്ടുണ്ട്. ഇപ്പൊ എല്ലാം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ വെള്ളകളാണ് ഇപ്പൊ ഉള്ളത്. നാടൻ പൂച്ചകളാണ് ഒക്കെ നാടൻ പൂച്ചകളാണ്. ഇവരുടേതായ ഇവർക്ക് വലിയ സാമ്പത്തിക അവസ്ഥ ഇല്ലെങ്കിലും അതിൽ നിന്നും ഇവര് ഒരുപാട് പൂച്ചകളെ വളർത്തണം, വളരെ മക്കളെ പോലെ നോക്കി വളർത്തണം. അതാണ് ഇവരുടെ പ്രത്യേകത. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ വന്നേക്കണത്. ദേന അവർ രണ്ടുപേരും ഞങ്ങളുടെ തൊട്ടടുത്തുണ്ട്. അവരെപ്പോഴും സന്തോഷം തന്നെയാണ് ഇവർക്ക് ഇവർ വളർത്തുന്നത്. മക്കളെ പോലെ തന്നെയാണ് ഇവർ കൊണ്ടെടുക്കുന്നത്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോവാം. എന്റെ പേര് ഇസഹാഖ് യൂസഫ് സൈഫ് അല്ലേ. അപ്പൊ ഞാൻ ഇത് എത്ര കൊല്ലായിട്ട് ഇപ്പൊ പൂച്ച 5-6 കൊല്ലായില്ലേ? ഇതിന് ഈ പൂച്ചേനെ വളർത്താൻ എന്തെങ്കിലും കാരണമുണ്ടോ? കടിച്ച് വലിച്ചിട്ട് എന്നിട്ട് പൂച്ചനെ വളർത്താൻ വേണ്ടി നോക്കാന്ന് ആരാണ് റോട്ടിട്ട് കുറെ പൂച്ചന്. അപ്പൊ ഒരു കാണാൻ പൂച്ചക്ക് അതിനെ കുഞ്ഞു വളർത്തിയിട്ട് ഇന്ത്യക്ക് കുറെ ചെയ്യുമ്പോൾ പിന്നെ അയാൾ വലിയ കാണാൻ പൂച്ചയായിട്ട് അവിടുത്തെ പൂച്ച വരും. ഇത് വന്നിവിടെ കിട്ടാൻ അതിന് അങ്ങനെ കൂടിയതാണല്ലേ. ഇപ്പൊ അത്യാവശ്യം പൂച്ചകളുണ്ട്. ഇവർക്കുള്ള തീറ്റ മിക്കവാറും ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഒന്നുമില്ല, നമുക്ക് പൂച്ച ഒന്നും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. പൂച്ച ഈ വീട്ടിലത്തെ പൂച്ച അവിടെ വന്നിട്ട് എന്റെ പൂച്ച ഒരു ആമ്പൂച്ച ഇത്ര ഉണ്ടായുള്ളൂ. ഇത്രയും വളർത്തി നോക്കി നല്ലോണം പാടി വിട്ട് നോക്കി വലുതായി. അവൻ പ്രേമിച്ച് കുഞ്ഞാണ് കുഞ്ഞിനെ. അങ്ങനെ പെറ്റതാണ്. കളിച്ചോ കളിച്ചോ. മക്കളുടെ കാര്യം പറയണോലെ ഉമ്മക്ക്. ഇഷ്ടംപോലെ മരുന്നുകൾ മേടിക്കുന്നു. വരട മരുന്ന്, ഉച്ചാറിന് മരുന്ന്. ഇവരൊക്കെ തിരിച്ച് മനസ്സിലാവോ? പേര് തിരിച്ച് മനസ്സിലാവല്ലേ? ഇന്ന പൂച്ചയാണ് ഇന്ന പൂച്ചയാണ്. കളറുകള് മിക്കവാറൊക്കെ വെള്ളയും അങ്ങനത്തെയൊക്കെയുള്ള പല കളറുണ്ട്. ഈ മീന് എങ്ങനെയാ വെക്കണ്ട? മീന് ഇത്ര മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചോറിട്ട് പുളി കൊണ്ടുപോകണം. ആ കൊണ്ടുപോകട്ടെ. അതിന്റെ കുഞ്ഞിനെ ഇത് കൊണ്ടുപോകണം പെട്ടിയിലേക്ക്. അതിന്റെ അതിന്റെ അമ്മയാണ്. അത് പാല് കൊടുക്കാൻ പോണതായിരിക്കും. അമ്മയുടെ ഭക്ഷണം കഴിഞ്ഞപ്പോ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കണം. അതെപ്പോഴും പിന്നെ വരും ഭക്ഷണം പാല് കുടിക്കുന്നത്. പുറത്തു പോയി കാണല്ലേ? ദേ കണ്ടില്ലേ? ദേ വന്നിട്ട് അമ്മയുടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ തൊട്ടിട്ട് ഇഷ്ടായില്ല. മീൻ കഴുകിയിട്ടൊക്കെ കൊടുക്കാല്ലേ? അതെ. ഏ തിരക്ക് എന്തായി മീന്? ഇത് അമ്മ വന്നിട്ടുണ്ട് മീൻ തരാനായിട്ട്. മക്കളെന്നാ വിളിക്കണേ. വേണ്ട, മക്കളെന്നാണ് വിളിക്കണേ. അതെ, വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ റെഡി. മക്കളെ ഓടി വാ. കൊച്ചുങ്ങളെ വിളിക്ക്. നല്ല അതൊരു വീട്ടിൽ അയ്യോ ജനിച്ചിട്ടുള്ളൂ.
അന്ന് എടുത്തത് 35 ഉണ്ടായിരുന്നു. അതെ. അതൊക്കെ ചത്തു, അതൊക്കെ വൈറസ് കയറി കംപ്ലീറ്റ് ആയിട്ട്. ഇതിപ്പോ എത്ര എണ്ണം ഉണ്ട് ടോട്ടല്? 17 എണ്ണം ഉണ്ടല്ലേ? അപ്പൊ നിങ്ങളുടെ മക്കളാണ് ഫുൾ ടൈം ഇവര് നിങ്ങളുടെ കൂടെ ഉണ്ട്. അതെ. ഇത് ശരിക്ക് 36 പൂച്ച ഒരു പൂച്ച കണ്ടുപിടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഒന്നും കേട്ടോ. 36 പൂച്ച ഉണ്ടായി. പൂച്ചൊക്കെ തട്ട്, എല്ലാ പൂച്ച തട്ട്. ഇവിടെ ഇവരൊക്കെ തല്ലിക്കൊള്ളണം. കാരണം ഒരു പൂച്ച ഉണ്ടായി, മുണ്ടമ്മ, അതൊരെണ്ണം. അതുണ്ടായിട്ട് അതിന് 3 മക്കളും ഉണ്ടായി. അപ്പൊ അതിന്റെ അമ്മ 3 എണ്ണപ്പെട്ട്, മോള് 3 എണ്ണപ്പെട്ട്. അതിന്റെ മക്കളാണ് കാണുന്നത്. ആദ്യം 35 ഒരു പൂച്ചിട്ടുണ്ട്. ഒരു പൂച്ച എന്നാണ് 36 എത്തിയത്. കൊറേ ചവഞ്ഞ് അപ്പൊ തട്ടി എല്ലാം പോയി. അത് കഴിഞ്ഞിട്ട് അത് മുഴുവനും ചത്തു. വൈറസ് കയറ്റി വൈറസ് ഇലവും ചത്തു. കൊറേ കാശും ചെലവാക്കി. ഇപ്പൊ വീണ്ടും ഇതിനകത്ത് ഇഞ്ചക്ഷൻ ചെയ്താണ്. അതെ. ഇതിന്റെ അമ്മ തട്ടി. അതെ. ഇഞ്ചക്ഷൻ ചെയ്ത ശേഷം ഇപ്പോഴും അതിന് മുക്കിനുണ്ട്. ഇപ്പൊ 17 എണ്ണം ഇപ്പൊ നിലവിൽ. ഈ കുഞ്ഞുങ്ങളൊക്കെ കൂട്ടിയിട്ടാണോ? ചെറിയ കുഞ്ഞുങ്ങളെ 5 കുഞ്ഞുണ്ട്. 5 കുഞ്ഞുണ്ട്. 12 വലുതുണ്ട്. 12 വലുത്. അപ്പൊ ദിവസം ഇവർക്ക് വേണ്ടി മീനത്ത് എന്താ 1 കിലോ നാലാൾക്കാരും ഫോട്ടോ കൊടുത്ത് വരാം. പിന്നെ നമുക്ക് കളയാൻ ഇവർക്കുള്ള നേരത്തിനുള്ള ഭക്ഷണം നമുക്ക് കളയാൻ തോന്നണില്ല. ഫ്ലാക്ക് കിടന്നാറും കളയാൻ തോന്നില്ല. പിന്നെ ആലുവന്ന് പൂത്തിനെ കൊണ്ടിരുന്നത് നമ്മൾക്ക് ഇവിടെ ഉണ്ടോ നോക്കേ. പൂത്തിന്റെ അത്ര പാട് പൂച്ചനെ കൊണ്ടുവന്നു. ഇങ്ങനെ വന്ന് നിർത്തില്ലാണ്ട് വളരാണ്. വേറെ കൊണ്ടിട്ട് അപ്പൊ പട്ടി അല്ലെങ്കിൽ വണ്ടി എടുത്തു. വേറെ കളയാനായിട്ട് വീട് എപ്പോഴും ഉണ്ടാവും. ആ വീട് എങ്ങും പോവില്ല. പോയി അപ്പൊ പൂച്ച 3 എണ്ണം പോയിട്ടുണ്ട്. പുറത്ത് 3 എണ്ണം പോയിട്ടുണ്ട്. ഭയങ്കര ആളുകളെ പൂച്ചന്. അവൻ വരുമായിരിക്കും ഇപ്പൊ. കുഞ്ഞ് മീനൊക്കെ നല്ല വിലയാണല്ലോ ഇപ്പൊ. മീന് മേടിക്കണ കാണണം. അതെ, എല്ലാ ദിവസവും 3 നേരം ചോറ് കൊടുക്കണം. ഓക്കെ. ഒരു കാര്യം ചെയ്യിപ്പിച്ച് ഒരു പ്രാവശ്യം മീൻ മേടിക്കാനുള്ള കാശ് കൊടുക്കാം. 1.5 കിലോ മീൻ വേണം. ഇവർക്കുള്ള ഒരു ദിവസത്തെ മീനെ ഞങ്ങൾ സ്പോൺസർ ചെയ്യാം. വേണ്ട മോളെ. അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവരെയും എല്ലാവരൊക്കെ ഒഴിവുപോലൊക്കെ ഈ വഴിക്ക് വരുമ്പോ എല്ലാവരും വന്ന് ഇതൊക്കെ ഒന്ന് കാണാം. ഓക്കെ. ഓക്കെ.